ആരൊക്കെ പോന്നെ? ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനും കുഞ്ഞാറ്റയും കൂടെ ഇന്ന് കുഞ്ഞാറ്റയുടെ ചേട്ടന്മാരെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവരുടെ വീട്. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിയിലാണെന്ന് പോകുന്നത്. രാവിലെയൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഈവനിങ് ടൈമാണ്. ഞങ്ങൾ കോട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. ഇനി ഇടയ്ക്കെങ്ങാനും വെച്ച് വല്ല മഴയും പെയ്താലോ എന്ന് വിചാരിച്ച് കോട്ടൊക്കെ ഇട്ടു. പിന്നെ കുഞ്ഞാറ്റയാണെങ്കിൽ ഇന്ന് രാവിലെ അംഗനവാടിയിലൊക്കെ പോയിരിക്കുകയായിരുന്നു കേട്ടോ. അവൾ വന്നത് ഒരു 3 മണിയായപ്പോഴാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. ചേട്ടന്മാരെ കാണാൻ പോകുമ്പോൾ വെറും കൈയോട് കൂടി പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ട കുറച്ച് സ്നാക്സും കാര്യങ്ങളും മേടിക്കാൻ വേണ്ടി ഞങ്ങളിതാ വഴിയിൽ കണ്ട ഒരു കടയിൽ നിർത്തി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. പോകുന്ന വഴിയിലാണെന്നുണ്ടെങ്കിൽ ഇതാ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വളരെ പതുക്കെയാണ് ഞങ്ങൾ പോണത്. പിന്നെ മഴയും കൂടെ പെയ്ത് കാരണം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല രീതിയിൽ ചെളി പിടിച്ച് കിടക്കുകയാണ്. ഇതാരേ ഇതെന്നെ കയ്യിലെന്നാ കുഞ്ഞയ്യ, കയ്യിലെന്നെ കുഞ്ഞയ്യ, ഇതെന്നാണത്? സുന്ദരനായിട്ടല്ലോ, സുന്ദരനായി. ഹായ് പറ, ഹായ് കുഞ്ഞായി പറ, ഹായ്. കുഞ്ഞൂസ് ഒരു പാട്ട് പാടും. എന്ത് പാട്ട് വേണമെങ്കിലും. പാട്ട് പാടുന്നില്ലേ? ആ, എന്താ പാട്ട് പാടാത്തെ? കുഞ്ഞൂസ് പാടും. കരയാൻ കണ്ണീരുന്നു കണ്ണീരപ്പാൻ അരുമ്പോരണ്ട മരണത്തിൻ പടിവാതിൽ കടക്കൂ നഗരമുഖൻ വൈകുന്നതെന്നു സ്വപ്നം കാണും മിനാഹി. ഇത് പുതിയതാ? ആറ്റിപ്പെണ്ണ് പാടണ്ടോ? നീ ചോദിച്ചോ ചേട്ടയ്ക്ക് കുറഞ്ഞോന്ന് ചോദിച്ചോ? വേദന കുറവുണ്ടോന്ന് ചോദിച്ചോ? ചോദിച്ചോടാ? പാട്ട് പാടണ്ടാ? അവന്റെ കൈ ഒടിഞ്ഞത് കാണിച്ചു കൊടുക്കും. കൈയൊക്കെ ഒടിഞ്ഞു കാണിച്ചു കൊടുക്കുന്നു. ഇവിടെ വന്നപ്പോ മുതല് തീറ്റ മത്സരം തുടങ്ങുകയാണ് ഗായ്സ്. കുഞ്ഞു നീ ആർക്ക് കാണാൻ വന്നടാ? നീ പാപ്പന്റെ എന്താ കുഞ്ഞു? എവിടെ പോയാലും ഫുഡ് അടിയാണല്ലോ മുഖ്യം. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ കുറവ് വരുത്തിയില്ല കേട്ടോ. ചക്കപ്പുഴുക്കാണ് കഴിക്കുന്നത്. ചേട്ടനുണ്ട് കുഞ്ഞെ കഴിക്ക. ഇവൻ എന്താ കഴിക്ക? ഇവൻ പച്ചക്കറിയൊക്കെ കൂട്ടി തുടങ്ങിയ ഇപ്പഴും വറുത്തത് തന്നെ തിന്നുള്ളൂ. അമ്മയെ പയറൊക്കെ ഇട്ട് കൊടുക്കുമ്പോ തിന്നാറുണ്ട്. മീൻ മാത്രമേ കഴിക്കുള്ളൂ? അല്ലെങ്കിൽ മീനും പപ്പടവും ഒക്കെയൊക്കെ കഴിക്കൂല. പിന്നെ ഇറച്ചി കഴിച്ചായിരുന്നു. മീൻകാരൻ ഇവിടെ എപ്പോഴും വന്നു ചേട്ടാ നിർത്ത്, കൊഴുവുണ്ടെങ്കിലേ കൊഴുവ് മാത്രം മേടിച്ചു. ചേട്ടനെ കൊഴുവ് നന്നാക്കാനും ഇഷ്ടം. പച്ചക്കറി നന്നാക്കോടാ? ഇല്ല, ഇല്ലേ? എനിക്ക് പച്ചക്കറി ഇഷ്ടല്ല. ചക്കക്കൂടി നന്നാക്കാൻ പച്ചക്കറിയിലോ എന്നെ ഇഷ്ടമുള്ളൂ. ഗ്രീൻ പീസ് വേവിച്ചത് അതാണോ അവനെ? ഞാൻ അവനോട് പറഞ്ഞതാ വീഴണ്ടാന്ന്. അപ്പൊ അവന് വീഴാൻ തുടങ്ങി. ഇങ്ങനെയല്ല ചാർന്നെ, ഇങ്ങനെ നിന്നിട്ട് പുറകോട്ട് ചാർന്നെ. എവിടെന്ന്? ആ കട്ടിലിന്റെ മുകളിൽ. ആദ്യം അവൻ താഴെ ഒരു ബെഡ് പോലും ഇടാണ്ട ചാടിയ. പിന്നെ ഞങ്ങളുടെ അവിടെ താഴെ കിടന്ന ബെഡ് എടുത്ത് ഞാൻ ഇട്ട് കൊടുത്തു ചാടാൻ. അത് കഴിഞ്ഞിട്ട് അവന്റെ കയ്യേ ഈ ഭാഗത്ത് കട്ടിലിന്റെ ആണോ സോഫന്റെ ആണോടാ? സ്കൂള് തുറക്കാറായപ്പോലെ കുഞ്ഞായി. കറക്റ്റ് സ്കൂള് തുറക്കാറായിപ്പോ. ഇത് എനിക്ക് തോന്നുന്നുണ്ട് അന്നാലും ഞാൻ സ്കൂള് പറഞ്ഞില്ല. അതില്ലേ ഭാഗ്യത്തിന് ഞങ്ങളുടെ ഇടത്തെ കയ്യാ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് ഇവനെ സ്കൂളിൽ പോവാൻ മടിയായിട്ട് മലപ്പുറം ഇത് ചെയ്തു വെച്ചതാ. ആദ്യം പാടിച്ചത് തറ പറ എങ്ങനെ നന്നാവാനാ പറ
എങ്ങനെ നന്നാവാനാ പറ എങ്ങനെ നന്നാവാനാ എന്റെ അരിയത്തെ കയ്യിലെ രണ്ടെല്ല് പൊട്ടിയേക്കാള് അതുകൊണ്ട് അവനോട് ഡോക്ടറെ എന്താ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എടാ എക്സസൈസ് ചെയ്താടാ കുഞ്ഞായി. അങ്ങനെയല്ലടാ ഈ രണ്ട് വെല്ലും മഴക്ക് കൈവന്തിക്ക് ജമ്പ് ജമ്പൊന്നുമില്ല. താത്ത് കയ്യൂക്ക് താത്ത് കയ്യൂക്ക് താത്ത് കയ്യൂക്ക് പതുക്കെ പതുക്കെ. വെല്ല അനക്കിക്കൊണ്ട് കയ്യൂക്ക് കൈ താത്ത് മതി. എത്ര പ്രാവശ്യം ചെയ്യണം? അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. അങ്ങനെയാണോ കുഞ്ഞായി? ഇത് വേദന ഉണ്ടോ മോന് ചെയ്യുമ്പോ? ഇല്ല അല്ലേ? മുകളിലേക്ക് വെക്കുമ്പോ കുറച്ച് നനയുള്ളൂ. ആണോ? ചേട്ടനല്ല ചെയ്യിപ്പിക്കണേ? അങ്ങനെ ഞങ്ങളിത് ഈ ചേട്ടന്മാരെയൊക്കെ കണ്ട് അവരെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അവിടെ കുറച്ച് നേരം കളിച്ചു അവരുടെ കൂടെ. അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞാറ്റ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ രാവിലെ കുഞ്ഞാറ്റയുടെ സ്കൂളിൽ പോയിക്കായിരുന്നു അവളുടെ യൂണിഫോം വാങ്ങാനും അതിനൊക്കെ. അവളാണെന്നുണ്ടെങ്കിൽ ഇന്ന് അംഗനവാടി പോയി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചേട്ടന്മാരെ കാണാൻ വേണ്ടി പോയത്. പിന്നെ അവൾക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടായിരുന്നു. സ്കൂളിൽ പോകാനുള്ള കുറച്ചും കൂടിയും സാധനങ്ങൾ ഉണ്ടായിരുന്നു. ചെരുപ്പ്, പിന്നെ അവൾക്ക് കമ്മൽ വാങ്ങാനുണ്ടായിരുന്നു. ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടെ മേടിച്ചിട്ടുണ്ട്. അമ്മ എന്താണ് കൊണ്ടുവന്നേ? കമ്മല. എന്തിനാ കമ്മല ഒറ്റയ്ക്ക്? സ്കൂളിൽ പോകുമ്പോൾ സ്വർണ്ണക്കമ്മൽ ഇടാണ്ടിരിച്ചല്ലേ? നോക്കട്ടെ, കാണിച്ചു കൊടുത്തില്ലാർക്കും. ഒറ്റയ്ക്ക് ഏറ്റിട്ടായി കമ്മൽ കാണിച്ചെത്തി. എത്ര കമ്മൽ കിട്ടി? 1. ഇതമ്മയുടെ കമ്മല. ആറ്റയുടെ കമ്മല അമ്മ കാണിച്ചു കൊടുക്കാം. ബട്ടർഫ്ലൈയുടെ കമ്മലുണ്ട്, കാണിച്ചു കൊടുത്തേ. എനിക്ക് ഈ കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാനിത് തൃശ്ശൂർ ഗുഡ്വില്ലിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതല്ല, പല മോഡലുള്ള കമ്മൽസ് ഉണ്ട് അവിടെ കുട്ടികൾക്ക് പറ്റിയത്. അപ്പോൾ നല്ല ഭംഗി തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇത് ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചതാണേ. പരമാവധി നിങ്ങളും കുട്ടികളെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയക്കുമ്പോൾ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒന്നും ഇട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. സേഫ് അതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും. ടാറ്റാ, ബൈ ബൈ.